ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് നമ്മൾ പറഞ്ഞേ സർവീസിന് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ വണ്ടി എടുത്ത് ഓടിക്കുന്ന സമയത്ത് വണ്ടി മിസ്സിംഗ് ആയിട്ട് വണ്ടി മൂവ് ആവണില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടും പെട്രോൾ ഇറങ്ങാത്ത ഒരു രീതിയിലുള്ളൊരു കണ്ടീഷനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടുവന്ന് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. നിലവിൽ 602 കിലോമീറ്ററാണ് മീറ്ററിൽ. നമ്മൾ പുതിയ മീറ്റർ വെച്ചേക്കണതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം. ഇത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. പുതിയ ലൈനറാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കുന്നത്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ചെറിയൊരു ലൈനുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ ചെയിൻ ലൂസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്ററാണ്. കാർബേറ്റർ എനിക്ക് തോന്നുന്നു വണ്ടി ഓട്ടം വളരെ കുറവാണ്. കാർബേറ്ററിൻ്റെ ഉള്ളിൽ അഴുക്ക് വന്ന് കിടക്കണമെങ്കിൽ കാണണം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും കാണിക്കുന്ന 2 പ്രോബ്ലംസാണ്. ഒന്ന് നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കും, അതല്ലെങ്കിൽ ഈ പെട്രോൾ ഓവർഫ്ലോ പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ടാവും. അതായത് പെട്രോളിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ നോബിക്കടെ പെട്രോൾ താഴേക്ക് ഇങ്ങനെ ചാടി പോകുന്ന കംപ്ലയിൻറ്റ്, പെട്രോൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണത്. അപ്പോൾ അത് ഈ ഫ്ലോട്ട് വാൽവൊക്കെ ഇവിടെ സ്റ്റക്കായി പോയേക്കാം. ഇത് ശരിക്കും ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ വർക്ക് ചെയ്യേണ്ടതാണ്. അതൊക്കെ ഉപയോഗിക്കാണ്ട് ഇത് സ്റ്റക്കായേക്കാണ്. അതേപോലെ തന്നെ അതിൻ്റെ സ്ലോ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജെറ്റും മാറണം, ഇത് മാറ്റിയിടണം. ഇത് ഈ ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടുക. ഒരു പരിധി വരെ നമുക്കത് സോൾവ് ആയി കിട്ടും. 100% പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും കംപ്ലയിൻറ്റ് ഇങ്ങനെ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നിലവിൽ ബാക്കിയതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം പെട്രോൾ ഓവർഫ്ലോ വരാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഈ മുരിഞ്ഞു പോകുന്ന പോലെ തന്നെ ആ ഫ്ലോട്ട് വാൽവ് ഒന്ന് അടയണ ഭാഗത്ത് ഈ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ലീക്കാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഓവർഫ്ലോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമുക്ക് കയറ്റാം. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. കാരണം മിസ്സിങ്ങിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കാണിച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യുക, റീസെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലഗ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. നിസ്സാരം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓയിൽ അതൊക്കെ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെറിയൊരു ജർക്കിങ് പോലെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ് കേട്ടോ, അതിപ്പോൾ മാറ്റണമെന്നില്ല. നമുക്ക് ഓടിയിട്ട് കുറേ കൂടി ആയിട്ട് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ ചെറിയ കറക്കറാന്നൊരു ഇത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല. നമുക്കിപ്പോൾ മാറ്റണമെന്നില്ല. കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണിച്ചിട്ട് മാറ്റിയാലും മതി. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ 12.97 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.75 ഒക്കെ വരുന്നുണ്ട്. ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പവർഫുള്ളൊക്കെ ആയിട്ട് ബാറ്ററി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ കാര്യം വോൾട്ട് ലോഡ് കൊടുക്കുമ്പോൾ കുറയുന്നുണ്ടെങ്കിൽ പോലും തീരെ താഴേക്ക് വരുന്നില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ സൈലൻസറൊക്കെ ഫുള്ള് തുരുമ്പാണ്. അപ്പോൾ നമുക്ക് ഈ സൈലൻസർ കോട്ടിങ്ങൊക്കെ ചെയ്തിടണം നല്ലതാണ്. കാരണം സൈലൻസർ കോട്ടിങ്ങിന് കയറിയ വണ്ടി നമുക്ക് ഇന്നത്തേക്ക് തരാൻ പറ്റില്ല. സൈലൻസർ കോട്ട് ചെയ്തിടണം നല്ലതാണ്. കാരണം ഇതേപോലെ തുരുമ്പ് കാര്യങ്ങൾ ഈ സൈഡിലേക്കും വരും, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത് കവറിങ് ആയതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇനി ഈ വന്ന ജോയിൻറ്റിലൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ ഒന്ന് ചെയ്തിടണം നല്ലതാണ്. 10-600 രൂപ നമുക്ക് ചിലവുണ്ട് അതിന്. പക്ഷേ ഇപ്പം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെയാണ് കിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ടൈമും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചെയ്തിടണം നല്ലതാണ്. നമ്മളിപ്പോൾ കോട്ടിങ് കൊടുത്താലും ഈ വന്ന ഭാഗം നല്ല ഹീറ്റിങ് വന്ന സൈഡ് ആയതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ വീണ്ടും ചെറിയ കളർ ഷെയ്ഡ് മാറിയിട്ട് ഇതേപോലെ തന്നെ ആവും. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ശരിക്കും ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ആവുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കോട്ടിങ് കൊടുത്താലും, ഇപ്പോൾ പൗഡർ കോട്ടിങ് അല്ല വേറെ എന്ത് കൊടുത്താലും ഈ കണ്ടീഷനിലേക്ക് വരും. ഈ സൈഡിലേക്കുള്ള ഭാഗങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് ഇല്ലാത്ത രീതിയിലേക്ക് കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. ചെയ്യണം നല്ലതാണ്. ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസാണ് മെയിനായിട്ട്. ജനറൽ സർവീസിന് പുറമെ നമുക്ക് കാർബേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാർബേറ്റർ ക്ലീനിങ്ങും ജനറൽ സർവീസും അതേപോലെ കാർബേറ്റർ ക്ലീനർ ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തി വാട്ടർ സർവീസൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. പിന്നെ ഈ കാർബേറ്ററിൻ്റെ ദിവസം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ദിവസം ഞാൻ മിസ്സിങ്ങോ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ പിന്നെ കാർബേറ്റർ മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടയ്ക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം കുറച്ച് എന്തെങ്കിലും ഓടിയാൽ മതി. അതല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഷെയ്ക്കൊക്കെ കിട്ടി അങ്ങനെ ഇരുന്നാൽ മതി. കാരണം ഞാൻ
പെട്രോൾ ഇങ്ങനെ ഫുൾ ടൈം മെൽറ്റായി കിടക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരാം. ഇപ്പോഴത്തെ പെട്രോൾ അറിയാമല്ലോ, E20 പെട്രോളാണ് വരാം. എത്തനോളിൻ്റെ പെർസെൻറ്റേജ് ബേസിക് കൂടുതൽ 20% എത്തനോളുണ്ട്. അപ്പോൾ അതും ഈ കെമിക്കൽ റിയാക്ഷനാണ് അലുമിനിയം ബോഡിയായിട്ട് വരും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഞാനതിനൊരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.